2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ 47,000 വോട്ടുകളാണ് കരസ്ഥമാക്കിയത്. അന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന PK ബഷീർ ലീഗിന് വേണ്ടി 11,000 വോട്ടുകൾക്കാണ് ആ സീറ്റ് നേടിയെടുത്തത്. വാസ്തവത്തിൽ PV അൻവറിന് വലിയ രീതിയിലുള്ള വേരോട്ടം നിലമ്പൂരിലും ഏറനാടും ഉണ്ട് എന്നുള്ളത് അന്നു മുതലാണ് വ്യക്തമായത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചാണ് 11,000 വോട്ടുകൾക്ക് വിജയിച്ചത്. അതിനുശേഷം 2021 വിജയം ആവർത്തിച്ചു. ഇതിനിടയ്ക്ക് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും 1,95,000 വോട്ടുകൾക്ക് ET മുഹമ്മദ് ബഷീറിനോട് പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്തില്ല. LDFിൻ്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ചട്ടുകമായി മാറുന്ന ഒരു സാഹചര്യമാണ് PV അൻവറിൻ്റെ അത്തരത്തിലുള്ള രീതികളിൽ നിന്നും ആദ്യം വ്യക്തമായതെങ്കിൽ വളരെ വൈകാതെ തന്നെ PV അൻവർ പിണറായി വിജയൻ്റെ 1-ാം നമ്പർ ശത്രുവായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. PV അൻവറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഫോറസ്റ്റ് ഓഫീസ് ഭേദിച്ചുകൊണ്ട് അവിടെ അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട കേസുകൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുകയാണ്. പിന്നീടാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് അംഗത്വം നേടുന്നതും അതുപോലെ തന്നെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് തുറക്കും എന്ന വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് കൃത്യമായി UDFിനോട് ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും PV അൻവറിന് നിലമ്പൂർ സീറ്റിൽ തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ UDF സഖ്യകക്ഷിയാക്കണം എന്ന കാര്യം തന്നെയാണ്. അത് ഏറെ ഗുണം ചെയ്യും. കാരണം PV അൻവറിന് മലപ്പുറത്ത് പ്രത്യേകിച്ചും നിലമ്പൂരിലും ഏറനാടും തൻ്റേതായിട്ടുള്ള സ്വാധീന മേഖലകളുണ്ട്. അത് തീർച്ചയായും UDFിന് ഗുണം ചെയ്യും എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് നേതാക്കൾ എത്തുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം ആധിപത്യം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ജില്ലയാണ് മലപ്പുറം. അവിടെ PV അൻവറിനെ പോലുള്ളവർ, പ്രത്യേകിച്ചും KT ജലീൽ, അബ്ദുറഹ്മാൻ തുടങ്ങിയവരൊക്കെയാണ് ഇടത് സ്വതന്ത്രരായി മത്സരിച്ച ചില മേഖലകളിൽ ജയിക്കുന്നത്. പിന്നെ ആകെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളത് പൊന്നാനി നിയോജക മണ്ഡലമാണ്. അവിടെ മുൻപ് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനും അതിനു മുമ്പ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന VS ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന പാലൊളി മുഹമ്മദ് കുട്ടിയുമാണ് അവിടെ മത്സരിച്ച് വിജയിച്ച പ്രമുഖർ. ഇത്തവണത്തെ രീതി നോക്കുമ്പോൾ മലപ്പുറത്ത് സമ്പൂർണമായ ആധിപത്യം UDF നിലനിർത്താൻ കൃത്യമായി കഴിയും എന്നുള്ളതാണ് വ്യക്തം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ലീഗിനും അതുപോലെ കേരള കോൺഗ്രസ് എമ്മിനും UDFിൻ്റെ സഖ്യകക്ഷികൾക്കും കിട്ടിയ സീറ്റുകളാണ്. കോൺഗ്രസ്സിന് മികച്ച ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും UDFിനെ അധികാരത്തിലെത്തിച്ച് 72 സീറ്റുമായി ഇരുന്ന UDFിനെ മികച്ച രീതിയിലാണ് 5 കൊല്ലത്തെ മികവാർന്ന ഭരണം ഉമ്മൻചാണ്ടി കൊണ്ടുപോയത്. എന്നാൽ ബാർക്കോഴ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സോളാർ കേസ് ഉൾപ്പെടെയുള്ളത് ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാനായി ഇറങ്ങുകയും ഒടുവിൽ അതെല്ലാം ഒളിയുകയും ചെയ്തു. എന്നാൽ പോലും താൽക്കാലികമായെങ്കിലും UDFിന് ക്ഷീണം സംഭവിക്കുകയാണ് ചെയ്തത്.